ഹലോ ഗൈസ്, നമ്മളെ $350 ചലഞ്ച് തീർന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ലോസ് ആവുകയാണ് ചെയ്തത്. $65 നമ്മൾ ലോസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ട്രേഡ് എടുത്തത്. പക്ഷേ നമുക്കത് ലോസ് ആവുകയാണ് ചെയ്തത്. പക്ഷേ നമ്മളിവിടെ അടുത്ത ട്രേഡ് നമ്മൾ എൻ്റർ ആവാൻ നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അടിയിൽ ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ട് അവിടെ മാർക്കറ്റ് ഒരു പ്രാവശ്യം ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചെങ്കിലും മാർക്കറ്റ് അത് ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെയും ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് അതിന് ശേഷം മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്ത് അതുപോലെ തന്നെ നമുക്കവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും തന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണ് അവിടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫെബ് ടൂൾ യൂസ് ചെയ്ത് നോക്കി ആ ഒരു ടൈമിലും ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി എവിടെ നിന്ന് ട്രേഡ് എൻ്റർ ആവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഏരിയ എത്തിയപ്പോൾ തന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ മേലെ 1:3 എന്നുള്ള ടാർഗറ്റിൽ നമുക്ക് ട്രേഡും പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഇപ്പോൾ വെച്ചേക്കുന്ന ട്രേഡിംഗ് സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ട്രേഡ് പ്രോഫിറ്റ് ആവും ലോസ് ആവുന്നത്. അപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോണ ടൈമിൽ അവിടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളും എടുത്താണ് ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോയേക്കുന്നത്. നമുക്ക് ആ ട്രെൻഡിലെയും ബ്രേക്ക് ഔട്ടും കിട്ടി. അതുപോലെ തന്നെ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. അവിടെ നമ്മളുടേതായ കൺഫർമേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഇത് നമ്മൾ കൺഫേം ചെയ്ത് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പാർട്ട് 2 നമ്മൾ ഇടുന്നതാണ്.